Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ചുമടുതാങ്ങി KSTP റോഡിൽ മണ്ടൂരിലുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരണപ്പെട്ടു. ചെറുതാഴം ചുമടുതാങ്ങിയിലെ ഐസാമാണ് മരണപ്പെട്ടത്. ചുമടുതാങ്ങി KSTP റോഡിൽ ഈറ്റിലം റെസ്റ്റോറന്റിന് മുൻവശത്തുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ ചെറുതാഴം ചുമടുതാങ്ങിയിലെ ഐസാം മരണപ്പെട്ടു. ഉമ്മയോടൊപ്പം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ലോറി ഇവരെ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഉമ്മയ്ക്കും കുഞ്ഞിനും ഗുരുതരമായി പരിക്കേറ്റു. ഉടൻ തന്നെ പ്രദേശവാസികളും നാട്ടുകാരും ചേർന്ന് ഇരുവരെയും പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടിയുടെ നില വഷളായതിനെ തുടർന്ന് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂർ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാത്രിയോടെ കുട്ടി മരണപ്പെടുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ കണ്ടങ്കാളിയിൽ ടി പുരുഷോത്തമന്റെ ചെമ്മീൻ ഷെഡ് തീയിട്ട് നശിപ്പിച്ച സംഭവത്തിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുൻ MLA TI മധുസൂദനൻ. പയ്യന്നൂരിൽ ഇപ്പോൾ കാണുന്നത് വ്യക്തിവിദ്വേഷത്തിന്റെ രൂക്ഷഭാവങ്ങളാണെന്നും രാഷ്ട്രീയ എതിർപ്പുകളെ വ്യക്തിപരമായ കടന്നാക്രമണങ്ങളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും മധുസൂദനൻ നെറ്റ്വർക്ക് ന്യൂസിനോട് പ്രതികരിച്ചു. ഈ തീവെപ്പില് TI മധുസൂദനൻ്റെ ആളുകളാണ് എന്ന് പറഞ്ഞത് എപ്പോഴാണ് എന്ന് നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനൊരു ചെമ്മീൻ ഷെഡ് അവിടെ ഉള്ളതോ അങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്നതോ ഞങ്ങൾക്കാർക്കും അറിയില്ല. അയാൾ തന്നെ ആദ്യം പറഞ്ഞത് സ്ഥിരമായിട്ട് ആൾ കിടക്കുന്ന സ്ഥലമാണത്. ആ ദിവസം മാത്രം ആളില്ല. മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. അന്ന് മാത്രം എന്തുകൊണ്ട് ആളില്ല? അന്ന് ഒരു തീവച്ച് നശിപ്പിക്കേണ്ട അന്തരീക്ഷമുള്ള ഒരു ദിവസമായിരുന്നു എന്നുള്ളത് കൂടി ഒന്ന് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങൾ പിന്നീട് ഇതെവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങളുടെ ഒരു പരിഗണനയിലൊരു വിഷയമല്ല അത്. ആർക്കും എളുപ്പത്തിൽ ചെന്ന് ചേരാൻ പറ്റാത്തൊരു സ്ഥലത്താണ് ഇതെന്നാണ് പറയുന്നത്. അന്നാണെങ്കിൽ പെരുമഴയുള്ളൊരു ദിവസമാണ്. അന്നാണ് ഈ കത്തുന്നത്. തീർച്ചയായിട്ടും കത്തിച്ചതാരാണെങ്കിൽ അവരെ കണ്ടുപിടിക്കണം. TI മധുസൂദൻ്റെ ആളുകളാണെങ്കിൽ അവരെയും കണ്ടുപിടിക്കണം. അതിലൊന്നും വേറെ ആശങ്കയോ വേവലാതിയോ വിഷമമോ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കില്ല. രാവിലെ ഈ വിവരം എൻ്റെ ഇത് ശരിയാണെങ്കിൽ നെറ്റ്വർക്കാണെന്ന് തോന്നുന്നു ആദ്യം ഇത് വാർത്ത പുറത്തുവിട്ടു. ഇങ്ങനെ ഒരു സംഗതി നടന്ന് എന്തുകൊണ്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരാളുടെ പേര് അല്ലെങ്കിൽ അയാളുടെ നേതൃത്വത്തിലുള്ളവരാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രതിയെ മുൻകൂട്ടി നിശ്ചയിക്കുകയും സംഭവം രൂപപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് പയ്യന്നൂരിൽ കാണാൻ സാധിക്കുന്നൊരു കാര്യം. തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായതുകൊണ്ട് TI മധുസൂദനെതിരായിട്ട് പറഞ്ഞാൽ എല്ലാം ജനങ്ങളെ ഏറ്റെടുക്കും, വിശ്വസിക്കും എന്നായിരിക്കും ധാരണ. ആ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ തോൽവി TI മധുസൂദനൻ എന്ന് പറയുന്ന വ്യക്തികളുടെ തോൽവിയല്ല. അത് പയ്യന്നൂരിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ടായിട്ടുള്ള തിരിച്ചടിയാണ്. ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഇവിടെ മാത്രമല്ലല്ലോ, ഇതിന് തൊട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും നമുക്ക് തിരിച്ചടി ഉണ്ടായി. പയ്യന്നൂരിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് തിരിച്ചടി നേരിട്ടു. ഈ ചെമ്മീൻ ഇതിന് ഞങ്ങൾക്കെന്നാൽ ലാഭം? ഇത് തീയിട്ടാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നുണ്ടോ? അയാളെന്തെങ്കിലും നശിപ്പിച്ചാൽ
ഷെഡ് ആരാ കത്തിച്ചെന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ചിട്ട് സമഗ്രമായിട്ട് അന്വേഷിക്കണം. എന്തുകൊണ്ട് അവിടെ ആൾ എല്ലാ ദിവസവും ഉണ്ടാകുന്ന ആൾ അന്നില്ലാതിരുന്നു എന്നുള്ളത് പോലീസ് അന്വേഷിക്കണം. ടി.ഐ. മസൂദിൻ്റെ പേരെന്തായാലും ഈ കേസിൽ വരണം എന്നുള്ളതിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല, നമുക്ക് പറയാം. പക്ഷേ ഇതെല്ലാം വീണു പോകുന്നു ആരും ധരിച്ചു കൊണ്ട. ബോധപൂർവമായി ഇപ്പോൾ പ്രകോപനം ഉണ്ടാകുന്നത് ഇതൊക്കെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടുകൂടി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനെങ്ങനെയാണ് വഴിതിരിച്ചു വിടാൻ വേണ്ടി പറ്റുക? അതിന് പുതിയ പുതിയ കഥകൾ ഇനിയുണ്ടാവും. ഞങ്ങളൊക്കെ അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരുന്നവർക്ക് വെച്ചിട്ട് കാണാം. ഈ ഷെഡ് കത്തിക്കലും കാര്യങ്ങളും വെച്ചിട്ട് ഞങ്ങളെല്ലാം ഒന്ന് നിർവീര്യമാക്കി ക്ഷീണിപ്പിച്ച് കളയാം, അല്ലെങ്കിൽ ഭയപ്പെടുത്തി കളയാം എന്നൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്തെല്ലാം പയ്യന്നൂർ കണ്ടു. പയ്യന്നൂരിൽ കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്ന് വി കുഞ്ഞികൃഷ്ണൻ MLA. കണ്ടങ്ങാളിയിൽ ചെമ്മീൻ കൃഷിയിടത്തിലെ ഷെഡ് തീവെച്ച് നശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ നടത്തിയ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മറവിൽ ആർക്കും എന്തും നടത്താം. ആളുകളെ കാണാതിരിക്കുമ്പോൾ ആരുടെയും പേര് പറയാം. ആ നിലയിൽ ഇരുട്ടിന്റെ മറവിൽ ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറി മറ്റുള്ളവരുടെ മേലെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമം അത് ഈ പയ്യന്നൂരിന്റെ ജനത തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. കാരണം മുൻ അനുഭവങ്ങൾ അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മുൻ MLAയുടെ അറിവോടെ ചില ക്രിമിനൽ മാഫിയ സംഘങ്ങൾ ബോധപൂർവം പയ്യന്നൂരിൽ കലാപത്തിന് ശ്രമിക്കുകയാണെന്നും LDFന്റെ ബാനറിൽ കഴിഞ്ഞ ദിവസം മുൻ MLA പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ചിലരുടെ പേരെടുത്ത് പറഞ്ഞു നടത്തിയ പ്രസ്താവനയും ഭീഷണിയും ഇതാണ് തെളിയിക്കുന്നതെന്നും വി കുഞ്ഞികൃഷ്ണൻ MLA പറഞ്ഞു. ടി പുരുഷോത്തമന്റെ ചെമ്മീൻ കൃഷിയിടത്തിലെ ഷെഡിന് തീവെച്ച് നശിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ ടൗണിൽ നടത്തിയ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇവരിത് അവസാനിപ്പിക്കാൻ സന്നദ്ധമാകുന്നില്ലെങ്കിൽ CPM നേതൃത്വം നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇത് തിരുത്തിക്കണം. അതല്ലെങ്കിൽ പയ്യന്നൂരിലെ CPM നിലനിൽക്കില്ല എന്ന നല്ല ബോധ്യം അവർക്കുണ്ടാകണം എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. LDF സർക്കാരിന്റെ കാലത്ത് പയ്യന്നൂരിൽ CPM നടത്തിയ അക്രമ സംഭവങ്ങളിൽ പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ ശ്രമിക്കാതിരുന്ന CPMഉം മുൻ MLAയും ഇപ്പോൾ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്ത് വന്നത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനും UDF സർക്കാരിനെ കുറ്റപ്പെടുത്താനുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ടി പുരുഷോത്തമൻ, K സുരേശൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുതിരക്കരുത്തിനെ തന്റെ സ്നേഹം കൊണ്ട് കീഴടക്കി ഒരു 4ാം ക്ലാസ്സുകാരൻ. വിളിച്ചാൽ എന്തിനും കൂടെ നിൽക്കും ഈ കുതിര. പയ്യന്നൂർ തായിനേരി മുച്ചിലോട്ട് ക്ഷേത്രത്തിന് സമീപത്തുള്ള പൂരക്കളി പരിശീലകൻ CK സജേഷിന്റെയും R അഞ്ജലിയുടെയും മകനായ പ്രജേതസാണ് കുഞ്ഞുപ്രായത്തിൽ തന്നെ കുതിരസവാരിയുടെ പാഠങ്ങൾ പഠിച്ചെടുത്ത് കുതിരയെ കൂട്ടുകാരനാക്കി മാറ്റിയത്. നമുക്കെല്ലാവർക്കും ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലേ? ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ നമുക്ക് മനുഷ്യർക്ക് സാധിക്കും. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഇങ്ങ് പയ്യന്നൂരിലുള്ളത്. ഒരു 10 വയസ്സുകാരനും കുതിരയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം. അതിൻ്റെ കാഴ്ചയൊന്ന് കാണാം. നാട്ടിട വഴികളിൽ സാധാരണ കേൾക്കാറുള്ളത് സൈക്കിളുകളുടെ ബെല്ലടിയോ ബൈക്കുകളുടെ ഹോൺ ശബ്ദമോ ആണെങ്കിൽ ഇവിടെ തായിനേരിയിലെ ഇടവഴികളെ അതിശയിപ്പിക്കുന്നത് ഒരു കുതിരക്കുളമ്പടിയുടെ ശബ്ദമാണ്. പയ്യന്നൂർ അന്നൂർ UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ പ്രജേതസും അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പാർത്തൻ എന്ന കുതിരയുമാണിത്. വെറും 4 മാസത്തെ പരിശീലനം കൊണ്ട് കുതിരസവാരിയുടെ ബാലപാഠങ്ങൾ സ്വായത്തമാക്കിയ ഈ കൊച്ചുമിടുക്കൻ ഇന്ന് തായിനേരിയിലെ പാതകളിലൂടെ കുതിരയോടിച്ച് കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുകയാണ്. ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു ഒരു കുതിര, ഇങ്ങനത്തെ പട്ടിയും പൂച്ചയും മീനൊക്കെ ഉണ്ടപ്പോൾ ഒരു കുതിരേനെ മേടിക്കണമെന്ന് ഒരു ക്രേസ് ഉണ്ടായിരുന്നു. അത് അച്ഛനോട് പറഞ്ഞ്, അച്ഛനും അതുണ്ടായിരുന്നു. അപ്പൊ അച്ഛനോട് പറഞ്ഞ അച്ഛന് കഴിഞ്ഞ കൊല്ലം എനിക്ക് മേടിച്ചു. കോട്ടയത്തു നിന്നാണ് പ്രജേതസനായി പാർത്തനെ വാങ്ങിയത്. തുടർന്ന് പാലക്കാട് വെച്ച് 15 ദിവസത്തെ തീവ്ര പരിശീലനം നൽകിയ ശേഷമാണ് കുതിരയെ പയ്യന്നൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പഠിപ്പിച്ച് ഫസ്റ്റ് കയറ്റി ഓടിച്ചെന്തൊക്കെയാ പറയണ്ട് പഠിപ്പിച്ച്, പിന്നെ അതിന്റെ സ്പീഡ് എന്തൊക്കെയാന്ന് പഠിപ്പിച്ച്, എങ്ങനെ ഓടിക്കണ്ട് അങ്ങനെയെല്ലാം പഠിപ്പിച്ച് പിന്നെ നോക്കി
പ്രജേതസിന്റെ സവാരി കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് അനിയനും ഇപ്പോൾ കുതിരസവാരി പഠനത്തിലേക്ക് കടന്നിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ കുതിരസവാരിയിൽ മിടുക്ക് തെളിയിച്ച പ്രജേതസിന് അധ്യാപകരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. നാടിന്റെ പെരുമയായി പുതിയ സ്വപ്നങ്ങളിലേക്ക് പ്രാർത്ഥനയുമേറി ഈ കൊച്ചുമിടുക്കന്റെ കുതിപ്പ് തുടരട്ടെ. പ്രജേതസും അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ പാർത്തനും നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അവധി ദിവസങ്ങളിലൊക്കെ പ്രജേതസ് പാർത്തൻ്റെ മുകളിലിരുന്ന് ഇങ്ങനെ നാട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനുമായി നല്ലൊരു സുഹൃത്താക്കാൻ പറ്റുമെന്നതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം കൂടിയാണിത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്. കഴിഞ്ഞ ദിവസം നിര്യാതനായ മുതിർന്ന കോൺഗ്രസ് നേതാവ് ചെറുവത്തൂർ കാടങ്കോട്ടെ കെ ബാലകൃഷ്ണന്റെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ KPCC പ്രസിഡന്റും സംസ്ഥാന വൈദ്യുത വകുപ്പ് മന്ത്രിയുമായ സണ്ണി ജോസഫ് കാടങ്കോട്ടെ വീട്ടിലെത്തി. UDF-ന്റെയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെയും നേതാക്കൾക്കൊപ്പമാണ് മന്ത്രി കെ ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയത്. തീരദേശ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയത്തിനതീതമായ മുഖം നൽകി എല്ലാവരെയും ചേർത്ത് പിടിച്ച ബാലകൃഷ്ണൻ കോൺഗ്രസിന്റെ ചെറുവത്തൂർ മണ്ഡലം പ്രസിഡന്റും നീലേശ്വരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റും മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന നേതാവുമായിരുന്നു. ചെറുവത്തൂർ മടക്കര മത്സ്യബന്ധന തുറമുഖത്തിന്റെ സ്ഥാപനത്തിനുൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന നേതാവായിരുന്നു ബാലകൃഷ്ണൻ. കുറച്ചുനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ബുധനാഴ്ച രാവിലെയായിരുന്നു അന്ത്യം. വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 KPCC പ്രസിഡന്റും സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ സണ്ണി ജോസഫ് കെ ബാലകൃഷ്ണന്റെ വീട്ടിലെത്തിയത്. 10 മിനിറ്റോളം അദ്ദേഹം കുടുംബാംഗങ്ങളൊപ്പം ചെലവഴിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അപകടങ്ങൾ തുടർക്കഥയാകുന്ന പിലാത്തറ പാപ്പിനിശ്ശേരി റോഡിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ അടിയന്തിരമായി സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഈ റോഡിൽ ദിനംപ്രതി സംഭവിക്കുന്നത്. അപകടങ്ങൾ പതിവാകുന്നു. പിലാത്തറ പാപ്പിനിശ്ശേരി റോഡിൽ സ്പീഡ് ബ്രേക്കറുകൾ വേണമെന്ന ആവശ്യം ശക്തം. 100 കണക്കിന് ചെറുതും വലുതുമായ വാഹനങ്ങളാണ് ദിനേന ഇതുവഴി കടന്നു പോകുന്നത്. റോഡിലെ വാഹനങ്ങളുടെ അമിത വേഗതയാണ് പലപ്പോഴും വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുന്നത്. അപകട സാധ്യതയേറിയ മേഖലയായി മാറിയ ഈ പാതയിൽ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. റോഡിന്റെ പ്രധാന അപകട മേഖലകളിൽ വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കാൻ സ്പീഡ് ബ്രേക്കറുകളോ ഡിവൈഡറുകളോ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതോടൊപ്പം തിരക്കേറിയ കവലകളിൽ ഗതാഗതം ക്രമീകരിക്കുന്നതിനായി കൃത്യമായ സിഗ്നൽ സംവിധാനങ്ങൾ നടപ്പിലാക്കുകയും വേണം. വാഹനങ്ങളുടെ അമിത വേഗത കാരണം വഴി നടക്കാൻ പോലും ഭയക്കേണ്ട സാഹചര്യമാണെന്നും ഇനിയും വിലപ്പെട്ട ജീവനുകൾ പൊലിയുന്നതിനു മുൻപ് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് നാട്ടുകാരും പ്രദേശവാസികളും ആവശ്യപ്പെടുന്നത്. വർദ്ധിച്ചു വരുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നും ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഉടനടി സ്വീകരിക്കുമെന്നുമാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ തൃക്കരിപ്പൂർ ടൗണിൽ മാർച്ചും ധർണയും നടത്തി. KSKTU കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ 10 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്നും കേരളത്തിൽ മാത്രം പ്രത്യേക മാനദണ്ഡങ്ങൾ കൊണ്ടുവന്ന് പദ്ധതി ഇല്ലാതാക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്തിരിയണമെന്നും ആവശ്യപ്പെട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന ധർണ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആ തൊഴിൽ കൂലി വെച്ചുകൊണ്ട് നമുക്കറിയാം ഏറ്റവും ഫലപ്രദമായി നമ്മുടെ നാടിനകത്ത് ഗ്രാമീണ തൊഴിലുറപ്പ് എന്നുള്ള നിലയിലേക്ക് അത് കൈകാര്യം ചെയ്തത് കേരളത്തിലാണ്. കേരളത്തിനകത്ത് നമുക്കറിയാം, കേരളത്തിനകത്ത് പൊതുവായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിന്റെ ചുമതല നിർവഹണം നടത്തിയത് കുടുംബശ്രീ സംവിധാനമാണ്. കുടുംബശ്രീയുടെ ADSകൾക്ക് അതിന്റെ ചുമതല കൊടുത്തു. ADS മുഖാന്തരം തന്നെ നമ്മൾ മാറ്റുകളെ വാർഡുകളിൽ ഉണ്ടാക്കി. ആ മേറ്റുകളുടെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായ നിലയിലേക്ക് ഒരു പ്രദേശത്തിനകത്ത്, ഒരു വാർഡിനകത്ത്, ഒരു പഞ്ചായത്തിനകത്ത് എന്തൊക്കെ തൊഴിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ആ തൊഴിലാളികളുടെ തന്നെ കൂട്ടായ്മയായിട്ടുള്ള അവരുടെ പ്രത്യേകമായ ഗ്രാമസഭ ചേർന്ന് ആ ഗ്രാമസഭക്കകത്ത് ഇന്ന തൊഴിൽ മേഖലയിൽ ഇന്ന തൊഴിലാണ് നമ്മൾ എടുക്കേണ്ടത്, ഇന്ന കാര്യങ്ങൾക്കാണ് പ്രയോറിറ്റി, മുൻഗണന കൊടുക്കേണ്ടത്. NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ഗംഗാധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറി KV കാർത്യായനി, TP ഉഷ, KP ശ്യാമള, T ശ്യാമള, PV ദാമോദരൻ, K തമ്പായി ടീച്ചർ, TV പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
കപ്പയും വാഴയും പച്ചക്കറി ഇനങ്ങളും ചേർന്നുള്ള സംയോജിത കൃഷിയിറക്കി CPM തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ കമ്മിറ്റി. തങ്കയം ആലുംവളപ്പിലെ 10 സെന്റ് സ്ഥലത്ത് കൃഷിയിറക്കി CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങളായി ഓണക്കാലത്ത് വിഷരഹിത നാടൻ പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിരുന്ന CPMന്റെ നേതൃത്വത്തിൽ ഇത്തവണ കപ്പ, പച്ചക്കറി, വാഴയിനങ്ങൾ ഉൾപ്പെടുത്തി സംയോജിത കൃഷിയാണ് നടത്തുന്നത്. തൃക്കരിപ്പൂർ ടൗൺ ലോക്കൽ തല ഉദ്ഘാടനം തങ്കയത്ത് CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി പി കുഞ്ഞിക്കണ്ണൻ പച്ചക്കറി, കപ്പ കൃഷിയിറക്കി നിർവഹിച്ചു. ടൗൺ ലോക്കൽ കമ്മിറ്റി അംഗം KV മുരളി അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് TV കുഞ്ഞികൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സിദ്ധുലാൽ IT, PV വത്സരാജ്, P നാരായണൻ, K ദാസൻ എന്നിവർ പ്രസംഗിച്ചു. തങ്കയം ആലുംവളപ്പിലെ 10 സെന്റ് സ്ഥലത്താണ് കൃഷിയിറക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ചീമേനി നെടുമ്പയിലെ EK സുബിയുടെ വീട്ടിൽ കുലച്ച നേന്ത്രവാഴ കൗതുകമാകുന്നു. അണ്ണാറക്കണ്ണൻ വാഴയും മറ്റും കുലയ്ക്കുന്നത് പോലെ ഇടവിട്ട് 3 പാളികളായിട്ടാണ് നേന്ത്രവാഴ കുലച്ചിരിക്കുന്നത്. ചീമേനി നെടുമ്പയിലെ EK സുബിയുടെ വീട്ടിൽ കുലച്ച നേന്ത്രവാഴ കൗതുകമാകുന്നു. അണ്ണാറക്കണ്ണൻ വാഴയും മറ്റും കുലയ്ക്കുന്നത് പോലെ ഇടവിട്ട് 3 പാളികളായാണ് നേന്ത്രവാഴ കുലച്ചിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം വാഴകളിലും കാണപ്പെടുന്നതിന്റെ ഉദാഹരണമായാണ് ഇത്തരത്തിലുള്ള മാറ്റത്തെ കാർഷിക രംഗത്തുള്ളവർ കാണുന്നത്. നല്ല ചൂടുള്ളത് കാരണം ശരിയായി പരാഗണം നടക്കാത്തതാകാം ഇതിന് കാരണമെന്ന് കരിവള്ളൂർ കൃഷി ഓഫീസർ AN അനുഷ പറയുന്നു. വാഴയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണുന്നത് നമ്മുടെ ഇപ്പം കാർഷിക മേഖലയിൽ കൂടുതലുള്ള പ്രശ്നമാണ് കാലാവസ്ഥാ വ്യതിയാനം. അപ്പം ഇത്തരത്തിലുള്ള കാലാവസ്ഥാ മാറ്റങ്ങൾ കൊണ്ടാണ്, അതുപോലെ തന്നെ പരാഗണത്തിൽ വരുന്ന മാറ്റങ്ങളും ഒക്കെ കൊണ്ടാണ് വാഴയിൽ ഇങ്ങനൊരു പ്രശ്നം കാണുന്നത്. അതുപോലെ തന്നെ മൂലകങ്ങൾ നമ്മുടെ മണ്ണിൽ ഇപ്പം മൂലകങ്ങളൊക്കെ കുറവാണ്, അതായത് വളർച്ച കുറവാണുള്ളത്. ഏതായാലും നേന്ത്രവാഴക്കുലയ്ക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായി കായ പിടിക്കുന്നത് സാധാരണയായ ഒന്നല്ല. ഇവിടെ എത്തുന്നവർക്ക് ഇത് ഏറെ കൗതുകമാണ് സൃഷ്ടിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി ഓണക്കുന്ന് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് P വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സമിതി ഓണക്കുന്ന് യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് P വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. സംഘടന വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സംഘടന വളരുന്നത്? എന്തുകൊണ്ടാണ് ഇതിലേക്ക് ആളുകൾ കടന്നു വരുന്നത്? രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത ചിന്തകൾക്ക് അതീതമായി പല മേഖലയിലുള്ള സംഘടനാ ഭേദമന്യേ ആളുകൾ ഈ വ്യാപാരി വ്യവസായ സമിതിയിൽ അണിചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എന്ന് വെച്ചാൽ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യാപാരികളുടെ വിഷയങ്ങൾ മാത്രമല്ല, പൊതു സമൂഹത്തിന്റെ അടക്കം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് ഇപ്പോഴ് സംസ്ഥാനത്താകെ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ 30,000 മെമ്പർഷിപ്പുള്ള സംഘടനയാണ് വ്യാപാരി വ്യവസായ സമിതി. ഓണക്കുന്ന് യൂണിറ്റ് പ്രസിഡന്റ് സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ വരുൺ ചന്ദ്രൻ മുഖ്യാതിഥിയായി. സമിതിയുടെ ഏരിയ സെക്രട്ടറി KC രവീന്ദ്രൻ, സമിതി ഏരിയ പ്രസിഡന്റ് KV മുരളീധരൻ, മുൻ വാർഡ് മെമ്പർ AK ഗിരീഷ് കുമാർ, സമിതി ജില്ലാ കമ്മിറ്റി അംഗം T ബാലകൃഷ്ണൻ, ഏരിയ കമ്മിറ്റി അംഗം C കൃഷ്ണൻ, സമിതി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം അച്യുതൻ, സമിതി ഏരിയ കമ്മിറ്റി അംഗം വിജയൻ, കരിവള്ളൂർ യൂണിറ്റ് പ്രസിഡന്റ് മോഹനൻ AV, പെരളം യൂണിറ്റ് സെക്രട്ടറി ഹേമരാജൻ, ശ്രീജിത് കുമാർ PC, സന്തോഷ് കുമാർ UK തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. റോഡ് തകർന്നത് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. പിലാത്തറ മാതമംഗലം റോഡിൽ നരീക്കാംപള്ളിക്കും കടന്നപ്പള്ളിക്കും ഇടയിലായിട്ടാണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. മലയോര മേഖലയിൽ നിന്നടക്കം നിരവധി പേർ നിത്യേന ആശ്രയിക്കുന്ന പിലാത്തറ മാതമംഗലം റോഡിൽ നരീക്കാംപള്ളിക്കും കടന്നപ്പള്ളിക്കും ഇടയിലായാണ് റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. റോഡിന്റെ ഇരുഭാഗത്തും ചെറുതും വലുതുമായ കുഴികളാണ് വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പ്രധാന റോഡിലാണ് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. റോഡ് നവീകരണ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ടെങ്കിലും ടാറിംഗ് നടത്താൻ കുറേ മാസങ്ങൾ കഴിയും. അതുവരെ ഈ സ്ഥിതി തുടരേണ്ടി വരുമോ എന്നത് ജനങ്ങളിൽ ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കുഴികൾ രൂപപ്പെട്ട റോഡിൽ കൂടി ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നുപോകുന്നത്. മഴ സമയത്ത് കുഴികളിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതും അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. ഇരുചക്ര വാഹനയാത്രക്കാർക്കാണ് കൂടുതൽ അപകട ഭീഷണിയുള്ളത്. വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഭീഷണിയായി മാറിയ കുഴികൾ എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കാനാവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ജന്തർ മന്ദറിൽ നടക്കുന്ന വിദ്യാർത്ഥി യുവജന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പഴയങ്ങാടിയിൽ വിദ്യാർത്ഥി റാലി സംഘടിപ്പിച്ചു. വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും യുവജനങ്ങളും പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം SKP സഖറിയ റാലി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും വിദ്യാർത്ഥികൾ മുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. KSU, SFI, MSF ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തി. പഴയങ്ങാടി, പുതിയങ്ങാടി, മാട്ടൂൽ മേഖലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും റാലിയുടെ ഭാഗമായി. ശക്തമായ മഴയെ വകവെക്കാതെയാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധ റാലിയിൽ അണിനിരന്നത്. കേന്ദ്ര സർക്കാരിനും മോദി സർക്കാരിനുമെതിരെ മുദ്രാവാക്യങ്ങളുമായി മുന്നേറിയ റാലി പഴയങ്ങാടി ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിന് സമീപം സമാപിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും സമര നേതാക്കൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടിയിൽ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അന്തരിച്ച കാന ഗോവിന്ദന്റെ വിത്ത് മുതൽ വിളവ് വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജൂലൈ 26-ന് വൈകുന്നേരം 4 മണിക്ക് കരിവള്ളൂർ AV സ്മാരക ഹാളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരിവള്ളൂരിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന കാന ഗോവിന്ദന്റെ വിത്ത് മുതൽ വിളവ് വരെ കർഷകർക്കൊരു കൈപ്പുസ്തകം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ജൂലൈ 26-ന് ഞായറാഴ്ച വൈകുന്നേരം 4:30-ന് കരിവള്ളൂർ AV സ്മാരക ഹാളിൽ നടക്കും. 32 വർഷം കൃഷിവകുപ്പിൽ കൃഷി അസിസ്റ്റന്റായി പ്രവർത്തിച്ച കാന ഗോവിന്ദൻ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും കാർഷിക രംഗത്ത് സജീവമായിരുന്നു. കർഷകരുടെ വീടുകളിലെത്തി കൃഷി ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും മോണിറ്ററിംഗ് നടത്തുകയും ചെയ്തു. ശാസ്ത്രീയ കാർഷിക മുറകളെപ്പറ്റി നവമാധ്യമങ്ങളിലൂടെ കുറിപ്പുകൾ എഴുതി. ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിത്ത് മുതൽ വിളവ് വരെ എന്ന പുസ്തകം. ഗ്രാമപഞ്ചായത്തിലെ കർഷക സംഘത്തിന്റെ 4 വില്ലേജ് കമ്മിറ്റികൾ ചേർന്നാണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പുസ്തകത്തിന്റെ കവർ തയ്യാറാക്കിയിരിക്കുന്നത് പ്രശസ്ത ചിത്രകാരൻ ബാലൻ പാലായിയാണ്. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം P ശശിധരൻ പുസ്തകം പ്രകാശനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. M ശശിമോഹനൻ, TV നാരായണൻ മാസ്റ്റർ, ഡോക്ടർ MV വിജയകുമാർ, NV നാരായണൻ മാസ്റ്റർ, KV കുഞ്ഞിരാമൻ മാസ്റ്റർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഉത്തര കേരളത്തിന്റെ ഉമ്മുൽ മദാരിസ് എന്നറിയപ്പെടുന്ന തൃക്കരിപ്പൂർ മുന്നവേറുൽ ഇസ്ലാം കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ എക്സലൻസ് അവാർഡ് വിതരണം ജൂലൈ 27-ന് തൃക്കരിപ്പൂരിൽ നടക്കും. അസാപ്പ് കേരളയുമായി സഹകരിച്ച് വ്യത്യസ്ത ഷോർട്ട് ടേം കോഴ്സുകളുടെ ലോഞ്ചിങ്ങും ചടങ്ങിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലേഷ്യയിൽ വ്യവസായ പ്രമുഖനായിരുന്ന തൃക്കരിപ്പൂരിലെ പരേതനായ ദാത്തോ MTP ഷാഹുൽ ഹമീദ് ബിൻ MTP അബ്ദുൽ ഖാദർ, സൻസാർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ M സലാഹുദ്ദീൻ ഹാജി, ബംഗളൂരുവിലെ പ്രമുഖ വ്യവസായി NKP അബ്ദുൽ അസീസ്, സുൾഫെക്സ് മാട്രസ് സംരംഭകൻ MTP മുഹമ്മദ് കുഞ്ഞി എന്നിവർക്കാണ് ഉമ്മുൽ മദാരിസ് എക്സലൻസ് അവാർഡ് സമ്മാനിക്കുക. മത, സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, ജീവകാരുണ്യ മേഖലയിലുള്ളവർക്കായി തൃക്കരിപ്പൂരിലെ മുനവ്വിറുൽ ഇസ്ലാം സംവിധാനത്തെ 5 പതിറ്റാണ്ടിലേറെ നയിച്ച പണ്ഡിതനും സൂഫി വര്യനും സമസ്ത കേന്ദ്ര മുഷാവറ അംഗവുമായിരുന്ന ഷൈഖുന മാണിയൂർ അഹമ്മദ് മൗലവിയുടെ സ്മരണാർത്ഥമാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. ജൂലൈ 27-ന് രാത്രി 7 മണിക്ക് മുനവ്വിറുൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കുമെന്ന് മുനവ്വിറുൽ ഇസ്ലാം കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മതപഠനത്തോടൊപ്പം ബിരുദ പഠനം ഉൾപ്പെടെയുള്ളവർക്ക് അവസരമൊരുക്കുന്ന കോളേജും പ്രവർത്തിച്ചു വരുന്നുണ്ട്. 10ാം തരം മുതൽ 25 വയസ്സ് വരെ സമഗ്ര മാർഗനിർദ്ദേശം നൽകുന്ന ഫ്യൂച്ചർ 15 പദ്ധതിയും വയോജനങ്ങൾക്കായി ഹോപ്പ് വില്ലേജും വിവിധ സേവന പ്രവർത്തനങ്ങളും മുനവ്വിറുൽ ഇസ്ലാം കമ്മിറ്റിക്ക് കീഴിൽ പ്രവർത്തിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് VP മുത്തലിബ് ഹാജി, സെക്രട്ടറി അമീൻ കൂലേരി, ട്രഷറർ MK മുഹമ്മദ് കുഞ്ഞി എന്നിവർ അവാർഡ് പ്രഖ്യാപനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംഗീതാസ്വാദകർക്ക് നവ്യാനുഭവമായി മാറിയ തുരിയം സംഗീതോത്സവം 2026-ന്റെ സമാപന സമ്മേളനം 2026 ജൂലൈ 26-ന് വിപുലമായ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തുരിയം സംഗീതോത്സവം 2026-ന്റെ സമാപനം ജൂലൈ 26-ന് ഞായറാഴ്ച നടക്കും. വൈകുന്നേരം 3:30 മുതൽ പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന ഹിന്ദുസ്ഥാനി ജുഗൽബന്ദി അരങ്ങേറും.
ഡോക്ടർ പണ്ഡിറ്റ് പ്രമോദ് ഗേക്കവാഡ് ഷെഹനായി, ഡോക്ടർ ബിബുൽ കുമാർ റേ സന്തൂർ, പണ്ഡിറ്റ് മഹേഷ് രാജ് സാലും കെ തബല എന്നിവരാണ് ജുഗൽബന്ദിയിൽ പങ്കാളികളാകുന്നത്. വൈകിട്ട് 6:30 മുതൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പണ്ഡിറ്റ് ഹരിപ്രസാദ് ചൗരസ്യ, പ്രശസ്ത സാഹിത്യകാരന്മാരായ ടി പത്മനാഭൻ, എം മുകുന്ദൻ, ചലച്ചിത്രഗാന രചയിതാവ് ശ്രീകുമാരൻ തമ്പി, സംവിധായകൻ ജയരാജ്, വി കുഞ്ഞികൃഷ്ണൻ, പി ശ്രീകുമാർ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. തുടർന്ന് തുരിയം കീർത്തിമുദ്ര 2026 സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ, മൈസൂർ ചന്ദ്രൻകുമാർ എന്നിവർക്ക് സമർപ്പിക്കും. തുടർന്ന് നടക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തിൽ പ്രമുഖർ പങ്കെടുക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വാമി കൃഷ്ണാനന്ദ ഭാരതി, ടി എം ജയകൃഷ്ണൻ, ആർ കൃഷ്ണദർശൻ, പ്രിയ രാജേഷ്, എ രഞ്ജിത് കുമാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇതോടുകൂടി നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.